കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. രണ്ട് സമയത്തായാണ് ഇരുവരുമായി തെളിവെടുപ്പ് നടത്തിയത്. സംഭവം നടന്ന ആനൂർക്കാവിൽ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് വാഹനത്തിൽ നിന്ന് ഇറക്കാതെയാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. എവിടാ കൊണ്ടുവന്നേ? അവനെ എന്തെടുക്കാനാ? ഇനി ഇതിലെ കൂടുതൽ തെളിവിന് എന്തോ കിട്ടണ്ടേ? ഇനി എന്തെടുക്കാനാ അവനെ കൊണ്ടുവന്നേ? അവനെ ശിക്ഷിക്ക്. അവനെ ജയിലിലല്ല വിടേണ്ടത്. ഇവിടെ റോഡിൽ കിടത്തണം. അവരെ രണ്ടുപേരെ റോഡിൽ കടത്തണം, കേറ്റി ഇറക്കണം. പ്രതി അജ്മലുമായി തെളിവെടുപ്പ് നടത്തിയ ആനൂർക്കാവിൽ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായത്. നൂറുകണക്കിന് ആളുകൾ പ്രദേശത്ത് തടിച്ചുകൂടിയതോടെ പ്രദേശത്ത് അരങ്ങേറിയത് വൈകാരിക മുഹൂർത്തങ്ങൾ. അജ്മലിന്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ശ്രീകുട്ടിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. അല്ല, ഇറക്കണമായിരുന്നു, പോലീസുകാർ ഇറക്കണമായിരുന്നു. അതാണ് ഞങ്ങൾക്ക് വേണ്ടുന്നത്. അവളെയും ഇവിടെ കാറിന്റെ അടിയിലിട്ട് അവളെ കുഞ്ഞോളത്തെ എങ്ങനെയാണോ വേദന തിന്നെ ആ രീതിയിൽ അവൾക്ക് വേദന തിന്നണമായിരുന്നു. ഞങ്ങൾക്ക് ഇറക്കണമായിരുന്നു. ഇത്രയും ക്രൂരത അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ എന്നാലും അവൾ ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പോൾ ഈ പ്രദർശനത്തിന് വേണ്ടി കൊണ്ടുവരേണ്ട കാര്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി ഞങ്ങളെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകാൻ എന്താ അവർ കാണിക്കാഞ്ഞ്? ഒരു കണ്ടിട്ടങ്ങ് പോയല്ലയോ? ഈ കുഞ്ഞുങ്ങൾക്കല്ലേ തള്ളയില്ലാതെ വന്നേ. കൊലപാതകത്തിന് മുമ്പ് ഇരുവരും മദ്യപിച്ച പറയരുകാവിലും വാഹനോടമയുടെ വീട്ടിലും, കൊലപാതക ശേഷം അജ്മൽ ഓടിക്കയറിയ വീട്ടിലും, ഇരുവരും ഒരുമിച്ച് താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിലും തെളിവെടുപ്പ് നടത്തി. അപകട ദിവസം പ്രതികൾ മദ്യവും MDMA ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്തണം. അജ്മലും ശ്രീകുട്ടിയും താമസിച്ച ഹോട്ടലിൽ നിന്നും മദ്യക്കുപ്പികളും രാസലഹരി ഉപയോഗിക്കുന്ന ട്യൂബും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇരുവരെയും ചോദ്യം ചെയ്യും. 2 ദിവസത്തേക്ക് അനുവദിച്ച കസ്റ്റഡി കാലാവധി ഞായറാഴ്ച വൈകിട്ട് അവസാനിക്കും. തിങ്കളാഴ്ചയാണ് ഇരുവരുടെയും ജാമ്യ ഹർജി കോടതി പരിഗണിക്കുക. ജനം, കൊല്ലം.